ഹായ്, ഞാൻ വർക്ക് സ്പേസിൽ എത്തിട്ടോ. അപ്പം നമ്മൾ ആ പണികളൊക്കെ തുടങ്ങട്ടെ. ഇതൊക്കെ ഇന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ള ഡ്രസ്സ് കേട്ടോ. ഇതൊക്കെ അവിടെ ഒട്ടിച്ചിട്ടെ. ഇതൊക്കെ അവിടെ ഒട്ടിച്ചിട്ടാന്ന് വെച്ചാൽ ഇത് നോക്കിയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാനല്ലോ വിചാരിച്ചിട്ടാ. ഇത് ഇന്നലെ നമ്മൾ കൊടുത്ത ഇങ്ക് കേട്ടോ. അതൊക്കെ ഇതിലൊഴിച്ചിട്ട് ബാക്കിയുള്ള ഇങ്ങോട്ട് കൊണ്ടുപോകും. പ്രിൻറ്റിങ് ഇവിടെ നടന്നുകൊണ്ട് കേട്ടോ. ഒന്ന് ഫോട്ടോ പേപ്പർ ഇപ്പോഴാണ് കഴിഞ്ഞത്. അന്ന് വാങ്ങിയ 2 ഫോട്ടോ പേപ്പറിലായിരുന്നു. അത് ഇന്നാണ് ഇപ്പം കഴിയാനായത്. അപ്പം ഇന്ന് പുതിയ ഫോട്ടോ പേപ്പർ ഇനി ബുക്ക് ചെയ്യണം. A4ൻ്റെ ഫോട്ടോ പേപ്പറും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ A4ഉം A3യും കൂടെ ബുക്ക് ചെയ്യണം. പ്രിൻ്റർ ഇപ്പം കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ തന്നെ കിട്ടിയാൽ മതി ഇനി. അപ്പോൾ അതാ ഈ പ്രിൻ്റർ നന്നാക്കാൻ ആളിന്ന് വരുന്നതാണ് പറഞ്ഞത്. പക്ഷേ 1 മണിയായി, ഇതുവരെ ആൾ വന്നില്ല. ഇന്നിപ്പോൾ വരും തോന്നുന്നില്ല. അത് പിന്നെ പ്രിൻ്റർ നന്നാക്കാൻ വിളിച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഫോട്ടോ പേപ്പർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഓർഡർ ഇട്ടുണ്ട് കേട്ടോ. ഒന്ന് 98 രൂപയാണ് ആയത്. അപ്പോൾ പ്രിൻറ്റിങ് ഓൾമോസ്റ്റ് കഴിയാനായിട്ടോ. കുറച്ചുകൂടി ഉണ്ട്. ഇനി പേപ്പർ ഒരു 4 എണ്ണം കൂടി ഉള്ളൂ. അപ്പം ഒരു 4 A3 കൂടി ഇടണം. അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രിൻ്റർ വന്നിട്ട് ബാക്കി പേപ്പർ വന്നിട്ട് പ്രിൻ്റ് ചെയ്യണം. ഞാൻ ഒരു കലണ്ടർ സെറ്റ് ചെയ്യാൻ വിചാരിക്കുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഡേറ്റ് നോക്കാൻ വേണ്ടി തന്നെ ഫോണിൽ ഇങ്ങനെ നോക്കണം, എന്താ ഡേറ്റ്, നാളെ ഏതാ ഡേറ്റ് എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ പൊതുവേ എല്ലാ കൊല്ലത്തെ കലണ്ടറും ഇവിടെ ഒരു എന്താ പറയുക ഫ്രെയിമിലാക്കി ഇങ്ങനെ വെക്കലുണ്ട് കേട്ടോ. 2024ൻ്റെയും 25ൻ്റെയും 26നെ മാത്രം വെച്ചില്ല. അപ്പോൾ അത് ഏതെങ്കിലും ഡാമേജ് ആയ ഫ്രെയിമിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ പെട്ടെന്ന് നോക്കാമല്ലോ. അപ്പോൾ അതൊന്ന് പ്രിൻ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളെ ഫോട്ടോ പേപ്പർ എത്തിട്ടോ. ഇനിയിപ്പം ബാക്കിയുള്ള പോയി പ്രിൻ്റർ ഇട്ടേ. ഇനിയിപ്പോൾ കുറച്ചുകൂടി പ്രിൻ്റ് ഇടാനുള്ളൂ. അതുകൂടി കഴിഞ്ഞിട്ട് പാക്കിങ്ങിലേക്ക് കിടക്കാൻ വെച്ചു. പാക്ക് ചെയ്യുന്ന ഫ്രെയിംസ് കയറണം കേട്ടോ. ഫ്രെയിംസ് ഇവിടെ ഇല്ല. ഓട്ടോ വിട്ടിട്ട് ഫ്രെയിംസ് എടുക്കണം. എത്രയും സാധനം കേട്ടോ സ്ക്രാപ്പ് കൊടുക്കാൻ വേണ്ടി എടുത്തുവെച്ച എന്താ കാർഡ്ബോർഡ്. ഇനിയിപ്പോൾ അതാ ഇത് പൊളിച്ചിട്ട് ഇതും ഇതിലേക്ക് വെക്കണം. എല്ലാം അത്യാവശ്യമുണ്ട്. ഒരു ബണ്ടില പോലെ ആയിട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. നമ്മൾ കുറച്ചുകൂടി ഉണ്ടാവില്ല. അതുപോലെ അന്ന് നമ്മൾ ഈ ഒരു പാത്രത്തിലാക്കി വെച്ച ചെടിയിലായിരുന്നു. അതെന്തായി നോക്കട്ടോ. ഇനി വേര് വരാനുള്ള സമയമായിട്ടുണ്ട്. വന്നിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇത് അതിനൊക്കെ ഇവിടെ ചെറിയ ചെറിയ റൂട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതിനുമുണ്ട്. ഇനി ഇതിവിടെ പുറത്ത് കുഴിച്ചിട്ടാൽ പിടിക്കും കേട്ടോ വേഗം. തൽക്കാലം ഇപ്പോൾ പുറത്ത് കുഴിച്ചിടുന്നില്ല, ഇവിടെ തന്നെ അയക്കാം. അപ്പം തൽക്കാലം ഇത് പ്രിൻ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതവിടെ കറണ്ട് പോയിട്ടോ. ഇന്നലെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതപ്പോൾ പോയിട്ടുള്ളൂ. ഇനിയിപ്പോൾ വരികയായിരിക്കും. ഞാൻ ഓൾറെഡി ഒരു സാധനം പ്രിൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് പകുതി വെച്ചിട്ട് കട്ടായി. ഇനിയിപ്പം ഫോട്ടോ പേപ്പറും ഇങ്കൊക്കെ വേസ്റ്റ് ആവും. അതാണ് വേറൊരു പ്രശ്നം. ഇവിടെ പിന്നെ കറണ്ട് പോകുന്ന സ്ഥിരമായതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കാം, ഇപ്പോൾ വരികയായിരിക്കും. നേരത്തെ പ്രിൻ്റ് വന്നതിനും പക്ഷേ ഉള്ളിലൊരു സാധനം കിടക്കുന്നുണ്ടോ പകുതിയൊക്കെ. എന്താ ഇവിടെ നിന്ന് സ്റ്റക്കായി നിൽക്കുക കേട്ടോ. ഇതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ബാക്കിയായിട്ട് അടിക്കാൻ പറ്റില്ല. പിന്നെ എത്ര ഭാഗമാണ് ഉള്ളിൽ കിടക്കണം. ഇത് കട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? A5 ഇട്ട് അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ അതുപോലെ മൈക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ ഹോളിലാൻഡിൻ്റെ ഒരു ബട്ടൺ പോലത്തെ മൈക്ക് ഉണ്ടല്ലോ, അത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല റേറ്റാണ്. എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയ്യിൽ എല്ലാ വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാരെല്ലാം കണ്ടില്ല ആ സാധനം. പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. പക്ഷേ ഇപ്പം അതിപ്പോൾ എഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഈ മൈക്ക് മാറണം. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഫോണിന് ഓൾറെഡി അത് അതായത് ഐഫോണിൻ്റെ പിന്നല്ലായിരുന്നു ഇനി ഉണ്ടായിരുന്നത്. അപ്പോൾ വേറൊരു സാധനം അതിനെന്താ പറയുക, വേറെ വെച്ചിട്ടാണ് കേൾക്കുക. ഈ മൈക്കിന് എന്താണെന്ന് വെച്ചാൽ ഐഫോണിൻ്റെ പിന്നല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം വേറൊരു മൈക്ക് വാങ്ങിയിട്ട് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ സാധനം ഉണ്ട്. അത് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് കണക്ട് ചെയ്തിട്ടൊക്കെയാണ് ഈ മൈക്ക് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെയാണ് ചില സമയം തീരെ മൈക്ക് വർക്ക് ചെയ്യില്ല, ചിലപ്പോൾ വർക്ക് ചെയ്യും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് കൊണ്ടുപോയിട്ട് നമുക്കിങ്ങനെ വീഡിയോ ഒന്ന് നല്ലപോലെ എടുക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആരെയൊക്കെ നോക്കിയിട്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ എടുക്കുക. കാരണം എന്താ വെച്ചാൽ ഈ ഫോണിൻ്റെ കൂടെ ഒരു വയറ് പോലെ എക്സ്റ്റൻഷനായിട്ട് ഇങ്ങനെ കിടക്കും. ഞാൻ കാണിച്ചത് എങ്ങനെയാണുള്ളത്. ഈ മൈക്ക് ഇങ്ങനെ കണക്ട് ചെയ്തത് കണ്ടോ. ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഇതിനെ പുറത്ത് കൊണ്ടിട്ട് നമുക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതുള്ളതുകൊണ്ട് തന്നെ അതിനെ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ആ വയറിങ്ങനെ ഇളകി പോയിട്ടും അങ്ങനെ എന്തോ പ്രശ്നം, ഇടയ്ക്ക് മൈക്ക് കണക്റ്റ് ആവില്ല, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഈ ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ കൂടെ. പിന്നെ ശരിക്കും ഇത് നല്ല മൈക്കാട്ടോ. ആ ഒരു ബഡ്ജറ്റിൽ 800 രൂപ കഴിഞ്ഞു അങ്ങനെ എന്തോ ഉള്ളതിനും. പക്ഷെ ആ ഒരു ബഡ്ജറ്റിൽ നല്ല മൈക്കാണ് ഇത്.
പിന്നെ ഇവിടെ ഇപ്പം ഞാൻ മാത്രമല്ല കേട്ടോ ഉള്ളത്, ഓനും ഉണ്ട്. ഓനോരോ പണിയില്ല, രാവിലെ മുതൽ ഓരോ പണിയിലാണ്. അപ്പം അതിൻ്റെതായ തിരക്കിൽ അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് വെറുതെ വീഡിയോ എടുത്ത് ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ചൂടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കറണ്ട് പോയൊരു 5-10 മിനിറ്റായാൽ തന്നെ അവിടെ ചൂടെടുക്കാൻ തുടങ്ങും. പിന്നെ ഈവനിങ്ങും കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ ചൂടിറങ്ങി വരുന്നത് എന്തോ ആണ്, ഭയങ്കര ചൂടുണ്ട് എന്തായാലും. DTDCന്ന് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ വരാൻ വേണ്ടിയിട്ട്. ഇന്നലെ കുറച്ച് ലേറ്റായി പോലെ, ഇന്നിപ്പം എന്തായാലും നേരത്തെ കൊണ്ടുപോകണം. അതിനിതാ കറണ്ട് പോലും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ലേറ്റായി പോവുക. കറണ്ട് പോയിട്ടുണ്ട്. കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രിൻ്റ് എടുക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അർജൻറ്റുള്ള സാധനം അതിലുണ്ട്. എന്നുവെച്ചാൽ ചില കസ്റ്റമേഴ്സിന് ഫോട്ടോ അയച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഫോട്ടോ അയച്ചെടുക്കേണ്ട സാധനമാണ് പ്രിൻ്റ് ആവാൻ. ഞാനിപ്പോൾ അത് ആയി വരണം. അങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ്. പിന്നെ ഇന്ന് രാവിലെ ഫുഡ് കഴിച്ചോട്ടോ. ഇത്ര നേരമായിട്ട് ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പോയി ഫുഡ് കഴിക്കണോ എന്നൊക്കെ ആലോചിക്കാം. അപ്പോൾ കറണ്ട് അപ്പോഴത്തേ വരുമായിരിക്കും. പിന്നെ തെർമോക്കോൾ എടുക്കേണ്ടി വരും. തെർമോക്കോൾ തീർന്നില്ലേ? ഇല്ലല്ലോ അല്ലേ? തെർമോക്കോൾ പോയി ചെക്ക് ചെയ്ത് നോക്കട്ടെ, ഉണ്ടോയെന്ന്. ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇന്നലെ കുറേ അയച്ചിട്ടുണ്ട്, അപ്പോൾ തീർന്നുണ്ടാവും, നോക്കട്ടെ. ആകെ 3 അല്ലേ? 3 തെർമോക്കോളുള്ളൂ. അപ്പോൾ തെർമോക്കോൾ എടുക്കണം. തെർമോക്കോൾ ഇല്ല കേട്ടോ, 3 ഉള്ളൂ. കറണ്ട് വന്നില്ലേ? കറണ്ട് വന്നിട്ടോ. എന്നാൽ ബാക്കി പ്രിൻ്റ് ഇടട്ടെ. ഇന്ന് മഴ പെയ്യും തോന്നുന്നു. മഴക്കാറ് കണ്ടിട്ട് അവിടെയൊക്കെ മഴക്കാറുണ്ട്. ഇപ്പം അധികം ദിവസം ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ഇങ്ങനെ മഴ പെയ്യലുണ്ട്. ഇന്നിപ്പോൾ എന്താ പറയുക, മഴ പെയ്യുന്നതിന് മുന്നേ ഡിസ്പാച്ച് ചെയ്യേണ്ടി വരും. കാരണം കുറച്ച് നേരത്തെ കൊണ്ടുപോകണം. പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങി പോകും. കാരണം നമ്മൾ 2 വീലറിലാണല്ലോ കൊണ്ടുപോകുക. പിന്നെ റെയിൻകോട്ടൊന്നും വേറെ ഇല്ല. പ്രിന്റിങ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഇന്നത്തേക്കുള്ള പ്രിന്റിങ് ഇതായി. ഇനി ഇത് സിൽക്കിലിട്ടിട്ട് ആ റൂമിൽ കൊണ്ടുവയ്ക്കാം. അഡ്രസ്സാണ് ഇത്രയും സാധനം ഇന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ളത് കേട്ടോ. അയ്യോ ഇതൊക്കെ കുടിക്കണം. ഇത്രയും സാധനം ഡിസ്പാച്ച് ചെയ്യാനുള്ളത് ആ റൂമിൽ കൊണ്ടുവയ്ക്കണം. പിന്നെ തെർമോക്കോൾ എടുക്കണം. നല്ല മഴക്കാറുണ്ട് പുറത്തൊന്നും. മഴ പെയ്യുന്നതിന് മുന്നേ പോയിട്ട് തെർമോക്കോൾ എടുത്ത് വരാം അല്ലേ? മഴ ഇപ്പോൾ പെയ്യും തോന്നും. അതിൻ്റെ മുന്നേ പോയിട്ട് തെർമോക്കോൾ എടുക്കാം. വേറെ ഒന്നുമില്ല. പിന്നെ എനിക്ക് നല്ല വിശക്കാൻ തുടങ്ങിയിട്ടോ. എന്നെ ഫുഡ് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ കഴിക്കണം. പക്ഷേ സമയമില്ല. നമുക്ക് വേഗം DTDC കൊണ്ടുപോകേണ്ടതുകൊണ്ട്. പിന്നെ ഓട്ടോ വരണുണ്ട്, എന്നിട്ട് വേണം ഫ്രെയിം പാക്ക് ചെയ്യാൻ. ഓട്ടോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞാൽ ഇപ്പോൾ വരണ്ടോ. ഈ സ്റ്റെയറിൽ ഫുള്ള് പൊടിയാട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്യാൻ വരുന്നതാണ്. ഈ ആഴ്ച വന്നില്ല, അതുകൊണ്ടാണ് ഫുള്ള് പൊടി. അങ്ങനെ തെർമോക്കോൾ വാങ്ങിയിട്ട് ഇവിടെ പുറത്ത് തന്നെ വെച്ചിട്ടു. എന്ന് വെച്ചാൽ ഫുഡ് വാങ്ങാൻ വേണ്ടി പോകണ്ട. അപ്പോൾ അതുകൂടി വാങ്ങിയിട്ട് ഒരുമിച്ച് മുകളിലോട്ട് പോകാൻ. അപ്പോൾ ഇവിടുന്ന് ഷവർമ കേട്ടോ വാങ്ങിയേ. വലിയ സ്ഥല നോട്ടെ. മറ്റേ പൂച്ചക്കുട്ടീനുണ്ട്. എൻ്റെ ഒരു ബാഗ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. മീഷോയിൽ കുറച്ച് വൈറലായൊരു സാധനം. ഈ ഒരു ബാഗ് മീഷോയിൽ കുറച്ച് വൈറലായതിന് ഒരു 3 ബാഗുള്ള സാധനം. അപ്പം കാണിക്കട്ടെ, നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ 3 ബാഗ് ഉണ്ടോ? ഇതിൻ്റെ ചെറുതല്ല, ടോട്ടൽ 3 ബാഗ്. ഉള്ളിൽ ചെറുത് 149 റുപ്യ തോന്നുന്നു. ഇതിലും ചെറുതാണ് ഞാൻ ഉദ്ദേശിച്ചത്, കുറച്ചുകൂടി ചെറുത്. കുഴപ്പമില്ല. അയ്യോ, ഇതിൽ ഈ ബാഗാണ് എനിക്ക് ആവശ്യം വരിക. ഇതിലിൻ്റെ ലിപ്സ്റ്റിക്കും ഐലൈനറൊക്കെ ഇട്ടിട്ട് ബാഗിൽ വെച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ സുഖമാണല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇന്നും ഷവർമ തന്നെയാണ് കേട്ടോ. വേറെ ഒന്നും കിട്ടിയില്ല. ലഞ്ച് ഇന്ന് കഴിച്ചില്ല. സമയം 5 മണിയൊക്കെ ആയിട്ടോ. ഇപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. ലൈറ്റ് ഇട്ട ചേട്ടോ, നല്ല ഇരുടായിട്ട്. എനിക്ക് എല്ലാ ഫുഡ് കഴിക്കാൻ സോസ് വേണം കേട്ടോ. എല്ലാ ഫുഡല്ല, ഷവർമ കഴിക്കാൻ സോസ് മസ്റ്റായിട്ട് വേണം. അവിടെ പോയി സോസ്. അത് മെയിനായിട്ട് എന്താ പറയുക, ചില ഷവർമ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സോസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ടേസ്റ്റ് എൻഹാൻസ് ആയ പോലെ തോന്നുന്നത്. ചേട്ടന് സോസ് ഇഷ്ടമല്ല. ഓട്ടോ ഇപ്പോൾ വരും കേട്ടോ, ഫ്രെയിം എടുക്കാനുള്ള. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി ഫ്രെയിം കൊണ്ടുവരാനുള്ള. അല്ല, ഞാൻ ഉദ്ദേശിച്ച ഫ്രെയിം കൊണ്ടുവരുന്നുണ്ടാവും. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഓട്ടോ ഇപ്പോൾ വരും. അപ്പോൾ വേഗം കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കട്ടെ.
ഓട്ടോ വന്നിട്ടോ. അപ്പോൾ ഫ്രെയിമൊക്കെ എടുത്ത് മുകളിൽ കൊണ്ടുവച്ച് ഇവിടുന്ന് പാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെയും കറണ്ട് പോയി. പിന്നെ വെളിച്ചമില്ലാത്തതുകൊണ്ട് പാക്ക് ചെയ്യാൻ കുറച്ച് ടാസ്ക് ചെയ്യുന്നു. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് വന്നു. പിന്നെ കൊറിയർ ബാഗ് കിട്ടാത്തതുകൊണ്ട് ഇവിടെ നിന്ന് കിട്ടിയ സൈസ് തന്നെ കുറച്ച് ചെറുതാണ്. അപ്പോൾ ഒരു ഭാഗം കട്ട് ചെയ്ത് 2 കൊറിയർ ബാഗിൻ്റെ 2 സൈഡ് കട്ട് ചെയ്തിട്ടാണ് ഒന്ന് പാക്ക് ചെയ്യുന്നത്. ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ സെല്ലോ ടേപ്പ് നല്ലോണം ആവശ്യമുണ്ടാവും. എല്ലാ സൈഡിലും സെല്ലോ ടേപ്പ് ഒട്ടിക്കേണ്ടി വരും. അങ്ങനെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടോ കുറച്ച് ലേറ്റായി പോയി. പിന്നെ നമ്മളെ കൊറിയർ ബാഗ് ഞാൻ പറഞ്ഞല്ലോ, അത് എന്താ പറയുക, ഇവിടെ എത്താത്ത കാരണം ഇത് ചെറുതാണല്ലോ. അപ്പോൾ ചെറുതിനെ കട്ട് ചെയ്തൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു സമയം വൈകിയുണ്ട്. ഇപ്പോൾ അവിടെ ബ്ലോക്ക് ഉണ്ടാവില്ല വിചാരിക്കുക. ഞാൻ പോട്ടെ കേട്ടോ, ഇത് വേണ്ട ഡിസ്പാച്ച് ചെയ്ത് വരാം, കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ നമ്മളത് ഡിസ്പാച്ചൊക്കെ ചെയ്ത് വന്നിട്ടോ. വൈകുന്നേരം കുറച്ച് തിരക്കായിപ്പോയി. ഇത് ഓട്ടോ വരെ ഇത്തിരി ലേറ്റല്ലോ. അപ്പോൾ ഫ്രെയിമൊക്കെ അത് തിരക്കിൽ പാക്ക് ചെയ്ത് അങ്ങനെ ആ ഒരു കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ കൊറിയർ ബാഗ് ഇല്ലാത്തൊരു ഇഷ്യൂ ഞാൻ പറഞ്ഞു. കൊറിയർ ബാഗ് കട്ട് വെച്ചൊക്കെ പാക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി അധികം സമയം എടുക്കും. അല്ല, അന്ന് കൊറിയർ ബാഗ് എടുത്തില്ലല്ലോ നമ്മൾ DTDC പോയിട്ട്. അതുപോലെ നമ്മൾ DTDC പോയപ്പോൾ കൊറിയർ ബാഗ് വന്നോ ഇല്ലേ എന്നൊക്കെ ചോദിക്കാൻ മറന്നു പോയിട്ടോ. അത് തിരക്കിലായതുകൊണ്ട് പെട്ടെന്ന് വിട്ടുപോയി. കൊറിയർ ബാഗ് വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇന്നലെ അവിടുന്ന് നമ്മൾ കൊറിയർ ബാഗ് ഓർഡർ ചെയ്തിരുന്ന് കോൾ ചെയ്തിന്. അപ്പോൾ അവർ പറഞ്ഞെന്തോ ഡിലേ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഇന്ന് വരേണ്ടതാണ്. അപ്പോൾ വന്നോ ഇല്ലയെന്ന് ചോദിക്കാനും മറന്നുപോയി. അവർ ട്രാക്ക് ID വെച്ചില്ല കേട്ടോ, അതാണ് വേറൊരു പ്രശ്നം ഉണ്ടായത്. പിന്നെ അവിടുന്ന് DTDC അവരൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് വന്നിട്ടുണ്ടെങ്കിൽ പൊതുവെ DTDCയിൽ ഒരു ഇൻഫോമേ ഉള്ളത്. കാരണം നമ്മൾ ഡെയിലി പോകുന്നതായതുകൊണ്ട് എന്തോ അറിയില്ല, ഇനിയിപ്പോൾ വന്നിട്ടില്ലേന്നും അറിയില്ല. ഇതാണ് കേട്ടോ മറ്റേ ബാഗ്. അതിൻ്റെ ഇടയിൽ വന്നപ്പോൾ പെട്ടെന്ന് കാണിക്കാൻ പറ്റും. ഇനി മെയിനായിട്ട് ഈ ഒരു ചെറിയ ബാഗ് എനിക്ക് അത്യാവശ്യമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇത് മെയിനായിട്ട് ബുക്ക് ചെയ്യാൻ കാരണം. ഇല്ലാകുമ്പോൾ എല്ലാ സാധനവും ഇട്ടിട്ട് ഡയറക്റ്റ് ബാഗിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. മറ്റെന്താണെന്ന് വെച്ചാൽ ഓരോ ബാഗിലായിട്ട് ഇങ്ങനെ ഓരോ സാധനം അവിടെയും ഇവിടെയൊക്കെ ആയിപ്പോവും, അതുകൊണ്ടാണ്. അപ്പം അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഓക്കെ, നാളെ 6 മണിക്ക് കാണാം.